വിഷു എന്ത് ഫെസ്റ്റിവൽ വന്നാലും നമ്മൾ എല്ലാവരും റെഡിയാക്കണ ഒരേപോലത്തെ പായസം തന്നെയാ. പരിപ്പ്, സേമിയ, അട, പഴം ഇങ്ങനെ തന്നെ മാറി മാറി ഉണ്ടാക്കും. പക്ഷെ ഈ കൊല്ലം ഞാൻ എന്റെ ഫേവറേറ്റ് പായസമാണ് റെഡിയാക്കാൻ പോണേ. കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, അത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുരോട് കൂടിയാണ് ഇടണേ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ഒരുപാട് ആവരുത് കേട്ടോ. ഈന്തപ്പഴം നമുക്ക് വേവിച്ചെടുക്കണം. അതുപോലെ ഈന്തപ്പഴം എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എടുത്തോളൂ കേട്ടോ, എന്നാലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈന്തപ്പഴം നല്ലോണം വെന്തുട്ടാ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കുരുമാറ്റി എടുക്കാം. അതുപോലെ ഈ മോളിൽ ഉണ്ടാവില്ലേ ഈ ഇങ്ങനത്തെ ഒരു സാധനം, അതും കളയണം കേട്ടോ. കുരു കളഞ്ഞെടുത്ത ഈന്തപ്പഴം ജാറിലേക്ക് ഇട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം. ഈന്തപ്പഴം വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് തന്നെ അരച്ചാൽ മതി. ഈന്തപ്പഴം അരച്ച പേസ്റ്റ് മാറ്റി വെക്കാം. 1 ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ആയ നാളികേരക്കൊത്ത് പാനിൽ നിന്ന് മാറ്റാം. കുറച്ച് കാഷ്യൂ റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ പാനിൽ നിന്ന് മാറ്റാം. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 നേന്ത്രപ്പഴം സ്ലൈസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഴം റോസ്റ്റായി, ഇതും പാനിൽ നിന്ന് മാറ്റാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിലേക്ക് അരച്ച് വെച്ചേക്കണ ഈന്തപ്പഴത്തിന്റെ മിക്സ് ചേർക്കാം. ഒരുപാട് റോസ്റ്റ് ആവുമെന്ന് വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് നല്ലോണം മിക്സ് ആയാൽ മാത്രം മതി. ഈന്തപ്പഴം അരച്ച ജാറിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലോ, അത് 2ാം പാൽ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തേക്കണതാണ്. അത് ഈന്തപ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം സൈസ് നാളികേരം എടുത്ത് 1ാം പാല് 2ാം പാല് അങ്ങനെയാണ് എടുത്ത് വെച്ചേക്കണേ. ഇതിലേക്ക് കുറച്ചും കൂടി 2ാം പാല് ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ചാണ് കേട്ടോ 2ാം പാല് ചേർത്തേക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്യാം. ഇതിനി വേവിക്കാനൊന്നുമില്ല, നല്ലോണം ഒന്ന് തിളച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള 2ാം പാലും ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിച്ച ശർക്കര ചേർക്കുന്നുണ്ട്. നിങ്ങൾ മധുരം നോക്കിക്കോളൂ. ഈന്തപ്പഴത്തിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യണ്ട. മധുരം പോരാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ആഡ് ചെയ്തോളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് തിളച്ചോ. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ചെയ്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പഴം ചേർക്കുന്നുണ്ട്. നാളികേരക്കൊത്ത്, അണ്ടിക്കരി, 2 ഈന്തപ്പഴം എടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേവിച്ചതൊന്നും അല്ല കേട്ടോ, അത് ഇതിൽ ചേർക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. പഴമൊക്കെ ചേർത്ത് നല്ലോണം തിളച്ചു വിട്ടാ. ഇനി ഇതിലേക്ക് 1ാം പാല് ചേർക്കാം. 1ാം പാല് ചേർത്ത് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.